ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻഡ്രോയിഡ് മലയാളി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് 1 കിലോമീറ്ററോളം റേഞ്ച് നൽകുന്ന ഒരു വൈഫൈ ഡിവൈസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ വൈഫൈ അറിയപ്പെടുന്നത് HALOW ഹാലോ എന്ന് പറയുന്ന പേരിലാണ്. ഈ വൈഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹൈ സ്പീഡ് വൈഫൈ ഒന്നുമല്ല, ചെറിയ ഫ്രീക്വൻസിയിൽ, അതായത് ലോ ഫ്രീക്വൻസിയിൽ ഒരുപാട് ദൂരം കവറേജ് കിട്ടുന്ന ഒരു വൈഫൈ സിസ്റ്റമാണ്. അതായത് നമ്മുടെ 2G 3G നെറ്റ്വർക്കൊക്കെ പോലെ, പക്ഷേങ്കിൽ 1 കിലോമീറ്റർ വരെ ഇതിന് റേഞ്ച് ഉണ്ട്. അപ്പം ഇത്തരത്തിലൊരു വൈഫൈയും കൂടി ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഒരു ഇൻഫർമേഷന് വേണ്ടി പറയുന്നതാണ്, എല്ലാവർക്കും യൂസ്ഫുൾ ആകാൻ വേണ്ടിയിട്ടല്ല, എന്നാൽ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഹാലോ വൈഫൈ ഇത് കുറച്ച് കാലമായി നമ്മുടെ മാർക്കറ്റിൽ ഇറങ്ങിയിട്ട്, അങ്ങനെ ഇത് അധിക പേർക്കും അങ്ങനെ യൂസേജ് ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ നാട്ടിലൊന്നും അധികം കാണുന്നില്ല. എന്നിരുന്നാലും ഹാലോ വൈഫൈ എന്നൊരു സിസ്റ്റം ഉണ്ട്. ഇതൊരു ചെറിയ ബാൻഡ് വിഡ്ത്തിൽ വർക്ക് ചെയ്യുന്ന, കുറേ ദൂരം റേഞ്ചിൽ ലഭിക്കുന്ന, എന്നാൽ അത്രയധികം സ്പീഡില്ലാത്ത നോർമലായിട്ടുള്ളൊരു വൈഫൈ സിസ്റ്റമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ റേഞ്ച് ഏകദേശം അതിൻ്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾക്ക് ഇൻ്റർനെറ്റിൽ നിന്ന് ലഭ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ യൂട്യൂബിൽ ഇത് ടെസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ വീഡിയോസുകളും കാര്യങ്ങളും വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഏകദേശം ഇതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഫൈ ഹാലോ എന്ന് പറയുന്നത് 2 റിസീവർ വെച്ച് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് വീട്ടിൻ്റെ അകത്തും ഇത് ചെയ്യാം. അതായത് ഡയറക്റ്റ് ആയിട്ടുള്ള ഇതിന് ഒരു പെയർ ഡിവൈസ് ഉണ്ടാകും. 2 ടൈപ്പിലെല്ലാം ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പം വൈഫൈ എടുത്തു കഴിഞ്ഞാൽ എന്താ പറയുക, ഇങ്ങനെ ഇതുണ്ട്, ഇത് 2 ഡിവൈസ്, ഇത്തരത്തിൽ 2 ഡിവൈസുകളുണ്ട്. അപ്പം ഒന്നിൽ നമ്മൾ ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യുക, പവർ കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു സംഭവം കണ്ടില്ലേ, ഇതാണ് 2 ടൈപ്പ് സാധനങ്ങൾ. അതിൻ്റെ വില ഏകദേശം ഒരു $80 പറയുന്നത്. $100 എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം ഏകദേശം ഇപ്പം 8500 രൂപയുടെ അടുത്ത് വരും. ഇത് Amazon.com പ്രൈസാണ്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ ടാക്സും കൂടി ഉണ്ടാവും. ഓക്കെ, അപ്പം ഇത് 2 ഇങ്ങനെ കിട്ടുക, ഒന്ന് സെൻറ്ററും ഒന്ന് റിസീവറുമാണ്. അപ്പം നമ്മളുടെ വീട്ടിൽ ഇത് ഈ ഒരു സെൻറ്ററിൽ നമ്മൾ എന്ത് ചെയ്യുക, വീട്ടിലെ വൈഫൈന്ന് അല്ലെങ്കിൽ ലാൻഡ് കേബിൾ ഉപയോഗിച്ച് നമ്മൾ മോഡം കണക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾക്ക് വൈഫൈ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും, മൊബൈലായാലും. പിന്നെ ഈ 1 കിലോമീറ്റർ ദൂരം കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ആക്സസ് പോയിന്റ് നമ്മൾ വീട്ടിൽ വെച്ചില്ലേ, രണ്ടാമത്തെ ആക്സസ് പോയിന്റ് എവിടെയാണ് നമ്മൾ വെക്കുന്നത് അവിടെ കൊണ്ടുവന്ന് വെക്കുക. അതിനുശേഷം നമ്മൾക്ക് ലാൻ ഉപയോഗിക്കണമെങ്കിൽ ലാൻ ഉപയോഗിക്കാം, അല്ലാതെ വൈഫൈ വഴി കണക്ട് ചെയ്യാം. പിന്നെ കുറേ ദൂരം വഴി നമ്മൾക്ക് ഇതിൽ നിന്ന്, ഈ സെൻറ്ററിൽ നിന്ന് തന്നെ നമ്മുടെ ഫോണിൽ റിസീവ് ചെയ്യാൻ കൂടി പറ്റും. എന്നാലും നമ്മൾക്ക് 1 കിലോമീറ്റർ ദൂരത്തുള്ള ഒരു സ്ഥലത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് 2 കൂടി ഉപയോഗിക്കേണ്ടി വരും. ഓക്കെ, ഇത് രണ്ടും നമ്മൾക്ക് നമ്മുടെ ഫോൺ കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് സംഭവം. ഇത് 2-3 മോഡലുണ്ട്. ഏകദേശം ഒരു $80 തന്നെയാണ് ഏകദേശം ഇതിന് പ്രൈസ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഞാൻ പറഞ്ഞ ഈ ഒരു മോഡൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ടെസ്റ്റ് ചെയ്ത് കണ്ടത് ഈ ഒരു മോഡലാണ്. ഇതിന് ഏകദേശം $92 വരുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പോഴത്തെ ഒരു പ്രൈസ് വെച്ചിട്ട് 84-85 രൂപ എടുക്കുന്നുണ്ട് ഏകദേശം ഒരു $US. അപ്പോൾ 8500 ഏകദേശം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. ഇതാണ് സംഭവം. ഓക്കെ, അപ്പം ഇതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് മാക്സിമം ഒരു 20 Mbps ആണ് ഇതിൻ്റെ മാക്സിമം സ്പീഡ്. ഇതിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ കഴിയുന്ന മാക്സിമം സ്പീഡ് 20 Mbps ആണ്. അതായത് ഇതിലേക്ക് നമ്മളിപ്പോൾ ഒരു 200 Mbps കണക്ഷൻ ആയാലും 60 Mbps കണക്ഷൻ ആയാലും അതുപോലെ തന്നെ 30 Mbps കണക്ഷൻ ആയാലും എത്ര കൊടുത്തു കഴിഞ്ഞാലും ഇതിന് മാക്സിമം ട്രാൻസ്മിറ്റ് ചെയ്യാൻ കഴിയുന്ന കപ്പാസിറ്റി വരുന്നത് 20 Mbps അടുക്കൽ മാത്രമാണ്. അപ്പോൾ നമുക്ക് ഓരോരോ വ്യത്യസ്ത സ്ഥലങ്ങളിൽ എത്രത്തോളം സ്പീഡ് ലഭിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പം ഇത് ഇങ്ങനെയാണ്, കണ്ടില്ലേ, നമ്മളെ ലാൻഡ് പോർട്ടിൽ നിന്ന് നമ്മൾ നേരെ ഈ ആക്സസ് പോയിന്റിലേക്ക് കൊടുക്കുന്നു. ഈ ആക്സസ് പോയിന്റിലേക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, മൊബൈൽ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും, യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. വീട്ടിലൊക്കെ ആണെങ്കിൽ ഇതൊന്ന് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ താഴെ മുകളിലെ എല്ലാ നിലയിലേക്കും സുഖമായിട്ട് കണക്ഷൻ എത്തും. ഇപ്പോൾ 4 നില 5 നിലയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ഹോട്ടലാണെങ്കിലും ചെറിയ റെസ്റ്റോറൻ്റ് ആണ്, അല്ലെങ്കിൽ കുറച്ച് വലിയ റിസോർട്ട് ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഫ്രീ വൈഫൈ കൊടുക്കണമെങ്കിൽ ഈ ഒരു സംവിധാനം വെച്ച് നമ്മൾ കൊടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ വളരെ ദൂരമാണെങ്കിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ ഒരു ക്ലൈൻറ്റ് എന്നുള്ള സംഭവങ്ങൾ കൊടുക്കുക. ഇപ്പം ഉദ്ദേശം നമ്മൾ പറയുകയാണെങ്കിൽ 1 കിലോമീറ്റർ വരെ, 1 കിലോമീറ്റർ അല്ല, ഞാൻ ഇതിൽ മാക്സിമം ടെസ്റ്റ് കണ്ടത് 1740 മീറ്റർ, അതായത് 1 കിലോമീറ്ററും 140 മീറ്ററും ദൂരെ വരെ ഇതിൻ്റെ കണക്ഷൻ സ്പീഡ് ലഭിക്കുന്നുണ്ട്. അത്രയും ദൂരം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾക്ക് ഈ ഒരു റിപ്പീറ്റർ പോലത്തെ ഒരു സംഭവം, ഇത് പെയറായിട്ടാണ് കിട്ടുക, 2 ഒന്നിച്ചാണ് നമുക്ക് വാങ്ങാൻ സാധിക്കാം. ഓക്കെ, അപ്പം ഇത് 2 കൂടി വാങ്ങി വെക്കുക. അങ്ങനെ നമുക്ക് ഇതിൽ കണക്ഷൻ എടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇവിടെ ഇതിൽ സ്പീഡ് ടെസ്റ്റിൽ സ്റ്റാർട്ടിങ്ങിൽ 18.46 ആണ് ഇതിൽ Mbps സ്പീഡ് പറയുന്നത്. ഇനി നമ്മൾക്ക് ഇതിന് മുമ്പ് കാണിച്ചിട്ടുള്ള അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരേണ്ട ഒരു കാര്യമാണ്, ഇതിൻ്റെ അകത്ത് അങ്ങനെ വലിയ എന്താ പറയുക, നമ്മൾ വിചാരിക്കും ഇത്രയും ദൂരം കിട്ടാൻ വേണ്ടിയിട്ട് വലിയ സെറ്റപ്പ്, അങ്ങനെയൊന്നും ആവശ്യമില്ല. ചെറിയ സെറ്റപ്പുകളാണ് ഇതിൽ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ നമ്മൾക്ക് ഒരു പവർ ബാങ്ക് വെച്ചിട്ട് തന്നെ ഈ റിപ്പീറ്റർ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഇത് റിസീവറാണ്, പവർ ബാങ്ക് വെച്ച് ഉപയോഗിക്കുന്നതാണ്. ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ നമ്മൾക്കിങ്ങനെ
അതുവഴി നമ്മൾക്ക് USB-യിൽ അതുപോലെ തന്നെ നേരത്തെ നിങ്ങളിപ്പോൾ ലാം കണ്ടത് അതിൻ്റെ ആ ലാൻ കേബിൾ കണക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫോണിലേക്ക് വേണമെങ്കിൽ ഇത് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും, ഫോണിൽ ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റും, ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇതിൻ്റെ അകത്തെ സംഭവങ്ങൾ കണ്ടില്ല, ഇത്രയേ ഉള്ളൂ ആകെ. ഈ 2 ആൻറ്റിന, അതായത് ഈ ഒരു സംഭവം വെക്കുമ്പോൾ ഇത് മറച്ചു വെച്ചെന്നേ ഉള്ളൂ. ഈ 2 ആൻറ്റിനയിൽ ഈ ഒരു ചെറിയൊരു PCB ബോർഡാണ്, ഒരു ചെറിയ ചിപ്പും, അത്രയേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ സെറ്റപ്പ്. ഇത് വെച്ചിട്ടാണ് ഈ 1 കിലോമീറ്റർ ദൂരം റേഞ്ച് പിടിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ ഇതൊക്കെ റേഡിയോ വേവ്സ് ആണ്, എത്ര ദൂരം വേണമെങ്കിലും പോകും. പിന്നെയുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസ്സുകൾ ഒക്കെ വരുമ്പോഴാണ് നമുക്ക് ഒരു ടഫ് വരിക. എന്നിരുന്നാലും സ്ട്രൈറ്റ് ലൈൻ ആണെങ്കിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1 കിലോമീറ്റർ 140 മീറ്റർ അപ്പുറത്ത് വരെ നമ്മൾക്ക് സ്പീഡ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ കാര്യങ്ങൾ. ഓക്കെ, അപ്പം ഇതിൽ ഈ ഒരു ടെസ്റ്റ് ചെയ്തതിൽ ഈ ഒരു ചങ്ങാതി ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ കാറിൻ്റെ ഉള്ളിൽ ഇരുന്ന്. അപ്പോൾ കാർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ചട്ടക്കൂടിനുള്ളിലാണ്, അതുപോലെ തന്നെ ഗ്ലാസ് ഒക്കെ ഉണ്ട്. അതിനുള്ളിൽ പോലും ഇദ്ദേഹത്തിന് കിട്ടിയ സ്പീഡുകൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. ഇതിൽ നിന്ന് മാത്രമല്ല കേട്ടോ, ഞാൻ 2-3 വീഡിയോസ് കണ്ടിട്ടാണ് സ്പീഡ് എത്രയാണെന്നുള്ളത് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇതിൽ സ്പീഡ് പറയുകയാണെങ്കിൽ 10 മീറ്ററിനുള്ളിൽ കിട്ടിയിരിക്കുന്നത് ഈ ഒരു 16.8 Mbps ആണ്. 90 മീറ്റർ ചെന്നപ്പോഴും 16.12, അതിങ്ങനെ വേരിയേഷൻ വരുന്നുണ്ട്. 16 മുതൽ 17 ആ റേഞ്ചിൽ ഇങ്ങനെ വേരിയേഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ 155 മീറ്റർ പോയപ്പോൾ 14 ആയിരുന്നു. 250 മീറ്റർ പോയപ്പോൾ 11 Mbps ആയി. പിന്നെ 310-ലാണ് ടെസ്റ്റ് ചെയ്തത്, അപ്പം 8.2 ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ 1140 മീറ്ററിൽ പോയപ്പോഴാണ് ഇവിടെ കിട്ടിയത്. ഇവിടെ കിട്ടിയതിൽ ഏറ്റവും ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നതാണ് ഈ 3.94. അത് 1.95 മുതൽ 3.95 വരെ ആയിരുന്നു. മാക്സിമം കയറിയപ്പോൾ ഈ 3.94 വരെ കയറിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം നമുക്കൊരു വാക്കി ടോക്കി സിസ്റ്റം ആക്കണം ഇത്രയും ദൂരത്തേക്കുള്ള, അല്ലെങ്കിൽ അതിന് വേണ്ടി ഉപയോഗിക്കാം. അതുപോലെ തന്നെ സെക്യൂരിറ്റി ക്യാമറാസ്, CCTV കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇത് 1 കിലോമീറ്റർ റേഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം 1 കിലോമീറ്റർ റേഞ്ച് എന്ന് പറയുന്നത് അപ്പുറത്തും ഇപ്പുറത്തും കൂട്ടിയിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഈ പോയിന്റ് മുതൽ 1 കിലോമീറ്റർ റേഡിയസ് ആണ് പറയുന്നത്. ഓക്കെ, അപ്പം അത്തരം റേഡിയസിൽ നമ്മൾ ഒന്നോ അതിൽ കൂടുതൽ റിപ്പീറ്റർ വെച്ച് കഴിഞ്ഞാൽ ഈ അറ്റം മുതൽ ആ അറ്റം വരെ 2 കിലോമീറ്റർ നമുക്ക് സുഖമായിട്ട് കവർ ചെയ്യാൻ വേണ്ടി പറ്റും, 2 റിപ്പീറ്ററുകൾ ഉണ്ടെങ്കിൽ. അപ്പോൾ അത്രയും സൂപ്പർ സംഭവമാണ്. പിന്നെ സ്പീഡിൻ്റെ ഒരു പ്രശ്നമുണ്ട്, അതായത് മാക്സിമം 20 Mbps വരെയാണ് കിട്ടുക. ഡിസ്റ്റൻസ് കൂടുന്തോറും ഇത് കിട്ടും. എന്നാലും 250 മീറ്റർ ദൂരത്തിൽ 10 Mbps എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തടസ്സമില്ലാണ്ട് യൂട്യൂബിൽ 720 പിക്സലിലൊക്കെ കിടുക്കാച്ചയായിട്ട് വീഡിയോ കാണാൻ, ഒരു ബഫറിങ് ഇല്ലാണ്ട്. അപ്പം ചിന്തിച്ചു നോക്കുക, അത്രയും യൂസ്ഫുൾ ആയിട്ടൊരു സിസ്റ്റം ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഹാലോ വൈഫൈ. നമ്മുടെ നാട്ടിൽ അങ്ങനെ അധികം കണ്ടിട്ടില്ല. പിന്നെ വിദേശത്തുള്ളവർ അധികം ഉപയോഗിക്കാറുണ്ട്, കാരണം അവിടെയൊക്കെ നല്ല ലോങ് ഡിസ്റ്റൻസ് ആയിട്ട് പ്രോപ്പർട്ടീസ് ഉണ്ടാവും. നിങ്ങൾക്കറിയാം നമ്മളെ ഇന്ത്യയിൽ ഇപ്പോൾ 140 കോടി ജനങ്ങളുണ്ട്. അമേരിക്കയിലാകെ തപ്പിക്കൂട്ടിയാൽ തന്നെ ഒരു 40 കോടിൻ്റെ അടുക്കൽ മാക്സിമം കിട്ടിയാൽ കിട്ടി. പക്ഷെ അവിടെയൊക്കെ അത്രയും ലാൻഡ് ഏരിയ ഉണ്ട് ആൾക്കാർക്ക്. എത്രയാ 50 ഏക്കർ, 60 ഏക്കർ, 100 ഏക്കർ, 200, 300, 500, 1000 ഏക്കർ, അങ്ങനെയൊക്കെ ആയിരിക്കും അവരെ സ്ഥലങ്ങൾ കയ്യിലുള്ള. അത്രയും സ്ഥലമുണ്ട് അവർക്ക്. അപ്പോൾ അവർക്ക് ഈ CCTVയും അതുപോലെ തന്നെ മറ്റുള്ള സെറ്റപ്പുകളൊക്കെ വാക്കി ടോക്കി സെറ്റ് ചെയ്തിട്ട് സംസാരിക്കാൻ വേണ്ടി പറ്റും. നമ്മൾക്കൊരു വാക്കി ടോക്കി സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും വൈഫൈ ഉപയോഗിച്ചിട്ട്. അപ്പം 1 കിലോമീറ്റർ അപ്പുറത്തിപ്പുറത്തുള്ളവർക്ക് സംസാരിക്കാനും അങ്ങോട്ട് അങ്ങോട്ട് പോകുന്നൊക്കെ പറയാനും, അതുപോലെ തന്നെ ക്യാമറ നോക്കാനും ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇതൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാണ് ഹാലോ വൈഫൈ. വന്നിട്ട് കുറച്ചായി ഇപ്പോൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇതിനെക്കുറിച്ചൊരു ധാരണ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ പ്രൈസ് ഞാൻ പറഞ്ഞില്ല. നമ്മളെ ഹാലോ വൈഫൈ ഞാൻ നമ്മളെ ഇതിൽ അടിച്ചപ്പോൾ നമ്മൾക്ക് നമ്മൾ .inൽ അത് കാണിക്കുന്ന കുറവാണ്. എന്നാലും പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് വിശ്വാസം. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്ത TP-Link ഒമഡ N300 ഇവിടെയുണ്ട്, നമ്മുടെ .inൽ തന്നെ ഉണ്ട്. ഞാൻ കാണിച്ചത് വേറെ വേർഷൻ ആയിരുന്നു, പക്ഷെ അതിൽ ഫസ്റ്റ് പറഞ്ഞ പേര് ഇതാണ്. അതിൻ്റെ പ്രൈസ് ഏകദേശം ഇതാ 3400 രൂപയുടെ കാണിക്കുന്നത്. ഓക്കെ, അതിൽ നമ്മൾ വീഡിയോ ചെയ്തിട്ട് പിന്നെ കുറേ ചിലപ്പം ആ ഒരു റോ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് എഡിറ്റ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും തിരക്കുണ്ടെങ്കിൽ ചിലപ്പം കുറച്ച് അധികം സമയം കഴിഞ്ഞിട്ട് എഡിറ്റ് ചെയ്യുക. അപ്പോൾ ചില കാര്യങ്ങൾ അങ്ങനെ മിസ്സായി പോകുന്നതാണ്. വീഡിയോ റെക്കോർഡ് ചെയ്ത പാടും ചെയ്യുകയാണെങ്കിൽ അത്ര മിസ്റ്റേക്കുകൾ വരില്ല. ഓക്കെ, അപ്പോൾ കഴിഞ്ഞാൽ ഞാൻ പ്രൈസ് സ്ക്രീനിൽ കാണുമെന്ന് പറഞ്ഞിട്ട് ഞാൻ കാണിച്ചില്ല, ഒരു സ്ക്രീൻഷോട്ട് ഇടാൻ മറന്നുപോയതാണ്. ഇതാണ് അതിൻ്റെ റേറ്റ് വരുന്നത്, കഴിഞ്ഞ വീഡിയോ പറഞ്ഞു. ഓക്കെ, അപ്പം ഇത് നമ്മൾക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളെ ചില സ്ഥലങ്ങൾ ഹിൽ ഏരിയ ആണ്. ഓക്കെ, അപ്പം നമ്മുടെ താഴെ റോഡ് പോകുന്നുണ്ടാവും 1 കിലോമീറ്റർ. അതിൻ്റെ മുകളിലോട്ട് കുത്തനെ മല കയറിയിട്ട് വേണം നമ്മുടെ വീട്ടിലേക്ക് എന്താ പറയുക കണക്ഷൻ എടുക്കാനെങ്കിൽ. ഇപ്പം നമുക്ക് അത്യാവശ്യം ഒരു 10 Mbps ഒക്കെ കിട്ടുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് തന്നെ നമുക്ക് ബ്രൗസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, ഞാൻ മുമ്പ് അതായത് 2013 ഒരു ഷോപ്പിൽ വർക്ക് ചെയ്യുമ്പോൾ
ആ ഷോപ്പിലുണ്ടായിരുന്ന വൈഫൈയുടെ സ്പീഡ് എന്ന് പറയുന്നത് 1 Mbps ആണ്. അതായത് ഏകദേശം 115-120 kbps ആണ് സ്പീഡ് കിട്ടിയത്. നല്ല രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നു, ബ്രൗസിംഗ് ആയാലും വീഡിയോ കാണാനൊക്കെ ആ സമയത്ത് പോലും. അപ്പം നമുക്ക് അത്യാവശ്യം ഇന്റർനെറ്റ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ എന്ത് ചെയ്യാം, ഇങ്ങനെ എടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ താഴെ 1 കിലോമീറ്റർ താഴെയാണ് റോഡ് പോകുന്നത്, അവിടെയാണ് വൈഫൈ ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് അവിടുത്തെ ഏതെങ്കിലും ഒരു വീട്ടിലോ സ്ഥാപനത്തിലോ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അവിടെ ഇതിൻ്റെ സെൻറ്റർ വെക്കാം. നിങ്ങൾ വീട്ടിൽ കുന്നിന് മുകളിലുള്ള നിങ്ങളുടെ വീട്ടിലേക്ക് ഇതിൻ്റെ റിസീവർ വെച്ചിട്ട് എന്ത് ചെയ്യാം ചെയ്യാം. ഇതുപോലെ തന്നെ വീടിൻ്റെ മുകളിൽ ഇപ്പം 2ാം നിലയിൽ അല്ലെങ്കിൽ കുറച്ച് ഉയരത്തിലുള്ള സ്ഥലത്താണ് ഇതിൻ്റെ സെൻറ്ററും റിസീവറും വെക്കേണ്ടത്, തടസ്സങ്ങളില്ലാണ്ട് സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ വീടിൻ്റെ ഉള്ളിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ചുമരും ഗ്ലാസ്സൊക്കെ ആയിട്ടുള്ള ഒരു പ്രശ്നം വരും. നേരെ മറിച്ച് നമ്മൾ റിസീവർ വെക്കുന്ന നമ്മൾ വീടിൻ്റെ മുകളിലാണെങ്കിൽ പോലും ആ വീടും അതിൻ്റെ ചുറ്റുപാടത്തും കുറേ ഏരിയയിലേക്ക് എന്ത് പറ്റും, ഈ വൈഫൈ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, അപ്പം പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ ചില സ്ഥലത്ത് ഈ ഒപ്റ്റിക്കൽ ഇത് കിട്ടാത്ത സ്ഥലങ്ങളിൽ ഇത് വെക്കാൻ വേണ്ടി പറ്റും. അപ്പം എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ എയർ ഫൈബർ എത്താത്ത സ്ഥലങ്ങളാണെങ്കിൽ അങ്ങനെ സ്ഥലങ്ങളിലേക്ക് നിങ്ങൾക്ക് ഇപ്പം കേരള വിഷൻ്റെ ആയാലും ഇന്റർനെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക്, അല്ലെങ്കിൽ BSNL ആയാലും താഴത്തെ വീട്ടിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ മുകളിലുള്ള സ്ഥലത്ത് പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇത് ഉപയോഗിക്കാൻ വേണ്ടി. ചില സ്ഥലങ്ങളിൽ അങ്ങനെയാണ്, നമ്മൾ വീട്ടിൽ വൈഫൈ ഉണ്ടാവും, അവിടുന്ന് ഒരു 1 കിലോമീറ്റർ ഉള്ളിലാണ് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സ്ഥലങ്ങളെങ്കിൽ താഴ്ചയുള്ള ഭാഗത്തൊക്കെ ആണെങ്കിൽ അവിടെ റേഞ്ച് കിട്ടില്ല. നേരെ മറിച്ച് നിങ്ങൾക്ക് ഇത് ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ സ്ഥലങ്ങളിലൊക്കെ റേഞ്ച് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം 9.9 മൈൽസ് വരെ റെക്കോർഡ് സ്പീഡ് കിട്ടിയത്. അതായത് നമുക്ക് ഇവർ പറയുന്ന ടെസ്റ്റ് വളരെ ലോ ഫ്രീക്വൻസിയിൽ വളരെ ലോ ഡാറ്റ ആയിരിക്കും. ചിലപ്പം എന്താ പറയുക, ഒരു ചെറിയ വോക്കി ടോക്കി ഉപയോഗിച്ച് നമ്മൾ സാധനം 2G കോൾ ചെയ്യുന്നില്ലേ, അതിൻ്റെ വോയിസ് പോലെ ഇങ്ങനെ പറയുന്നാലോ കേൾക്കുന്നുണ്ടോ വെച്ചിട്ടുള്ള ആ സെറ്റപ്പ് ആയിരിക്കും ഈ പറയുന്ന 9.9 മൈൽസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നല്ലൊരു സാങ്കേതിക വിദ്യയാണിത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഹലോ വൈഫൈ എന്താണെന്ന് മനസ്സിലായി കാണും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ നിർദ്ദേശവും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.